ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി പീരുമേട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇക്കോ ലോഡ്ജും നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്ത്രണ്ട് മുറികൾ ഉൾപ്പെടുന്ന 2 ബ്ലോക്കുകൾ, അടുക്കള, ഡൈനിങ് ഹാൾ എന്നിവയാണ് പീരുമേട് ഇക്കോ ലോഡ്ജിന്റെ ഭാഗമായി പദ്ധതിയിലുള്ളത്. ചുവരുകൾ, തറകൾ, സീലിംഗ് മുതലായവ തേക്ക് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു. 5.05 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടാതെ ഇക്കോ ലോഡ്ജിന്റെ അധിക പ്രവൃത്തികൾക്കായി 97.5 ലക്ഷം രൂപയുടെയും നവീകരണത്തിനും പരിപാലന പ്രവൃത്തികൾക്കുമായി 1.38 കോടി രൂപയുടെയും ഭരണാനുമതി നൽകിയിരുന്നു. KIIDC ആണ് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത്. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അരിക്കൊമ്പനിലൂടെയാണ് ഇടുക്കിയുടെ റോഡുകളുടെ വികസനം ലോകമറിഞ്ഞത്. അരിക്കൊമ്പൻ കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി പോലൊരു ജില്ലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി നല്ല റോഡുകളാണ്. പഴയ റോഡുകൾ ഈ മേഖലയിലുള്ള അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നല്ല റോഡുകളായി മാറി. ആ റോഡുകൾ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് അരിക്കൊമ്പനിലൂടെയാണ്. അരിക്കൊമ്പനാണ് കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസഡറുമായി മാറിയത്. അതിലും ഇടുക്കിയാണ് സാക്ഷ്യം വഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. തേക്കടി, വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പീരുമേട് ഇക്കോ ലോഡ്ജും അതിഥി മന്ദിരവും ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.